സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താൻദാസൻ മോൻസി പാസ്റ്ററെ, അതുപോലെ എൻ്റെ സുഹൃത്ത് ആന്റണി പാസ്റ്ററെ, ഉണർവിന് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ബിനു പാസ്റ്ററെ, ഇത് ലീഡ് ചെയ്യുന്ന ബിനു വർഗീസ് പാസ്റ്ററെ, സാമുവൽ പാസ്റ്ററെ, വർഷിപ്പ് ലീഡ് ചെയ്ത എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിനകത്ത് വന്ന് ദൈവത്തിന്റെ വചനം പറയാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല ഒരു അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ തലമുറയിൽ കർത്താവിന് വലിയൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ. സ്തോത്രം. കർത്താവിന് ഇന്ന് സ്തോത്രം പകൽക്കാലം നിങ്ങളുടെ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകല് ഞാൻ നിങ്ങളുമായിട്ട് അല്പനിമിഷം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സ്പിരിച്വൽ അതോറിറ്റി, ആത്മീയ അധികാരം. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ വീട് എങ്ങനെ വിടുവിക്കുവാൻ കഴിയും? ഇച്ചിരൂടെ പോവുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവൽ, ഒക്കൽ ലെവൽ, സ്ട്രാറ്റജിക്കൽ ലെവലിൽ നമ്മുടെ അതോറിറ്റി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുവാൻ കഴിയും? കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിനായി ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ല. ഇവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. സ്തോത്രം. ആ അധികാരം തന്ന കർത്താവ് നമ്മളോട് പറയുക, പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷവും ചെയ്യാനൊക്കത്തില്ല. എന്തുകൊണ്ട് ദോഷം ചെയ്യാനൊക്കത്തില്ല? ദോഷം ചെയ്യാൻ വരുന്ന സാത്താന്റെ മേലുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കൈമാറുവാനിടയായി. ആമേൻ. സ്തോത്രം. ഞാൻ ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിലേക്ക് കടക്കാനായി. കാട്ടിൽ വനാന്തരങ്ങൾക്കകത്ത് ഒരാന ഇങ്ങനെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. ആന ഇങ്ങനെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആന പോകുന്ന പാതകൾ മനസ്സിലാക്കി അവൻ പ്രത്യേക കിടങ്ങുകളൊക്കെ ഒഴിച്ച് ആനയെ കാട്ടിൽ വെച്ച് ആനയെ കുഴിക്കകത്താക്കപ്പോൾ കുഴി കുഴിച്ച് ആ കുഴിക്കകത്ത് വെച്ച് ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആനയെ നാട്ടിലേക്ക് കൊണ്ടു. ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആനയെ ചില മാസങ്ങളോളം ട്രെയിനിങ് കൊടുത്തിട്ട് ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആനയെ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഭാരമുള്ള തടികൾ, ലോറി വലിക്കും, ടെമ്പോ വലിക്കും, പാപ്പാൻ പറയുന്ന എല്ലാ ആനയെ അനുസരിക്കും. ആനയുടെ ഭാഷയെ പറഞ്ഞാൽ ആനയ്ക്ക് മതമടങ്ങും. നമ്മുടെ ഭാഷയെ പറഞ്ഞ ആനയ്ക്ക് ഒരു അഭിഷേകം ഇറങ്ങും. ആ അഭിഷേകം ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെ ആനയുടെ ഭാഷ മതം ഇളകി കഴിയുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന പാപ്പാനെ ചുരുട്ടിയെടുത്ത് കാലിനിടയിലിട്ട് ചവിട്ടി. അന്നേരം നമ്മൾ പത്രത്തിൽ വായിക്കും, രഘുവാന പാപ്പാനെ ചവിട്ടിക്കൊന്നു. ആമേ. അതുവരെ തന്നെ കൺട്രോൾ ചെയ്ത പാപ്പാനെ കീഴ്പ്പെടുത്തുവാനുള്ള ബലം ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ ആനയെ കൺട്രോൾ ചെയ്ത പാപ്പാൻ തന്റെ മുമ്പിൽ മുട്ടുകുത്തിയെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന സർവശക്തനായി എൽ ഷദായ ദൈവത്തിന്റെ അധികാരം നാവിനകത്തുള്ള ദൈവന്റെ ജീവിതത്തിൽ കടഭാരമിട്ട് രോഗമിട്ട് പലവിധമായി പോരാടുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ചിലർ തിരിച്ചറിയണം, എൻ്റെ മേലൊരു അധികാരമുണ്ട്, കീഴടങ്ങെന്ന് പറയാൻ ചിലർ തയ്യാറാണെങ്കിൽ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പറയാൻ നിങ്ങളുടെ മുമ്പിൽ ചിലത് കീഴടങ്ങാൻ പോവുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ല. ഈ ദൈവത്തിന്റെ വചനത്തിനുള്ളിൽ കടക്കാൻ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 13. ഞാൻ അങ്ങ് പറഞ്ഞു, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. ഒന്നാമത്തെ ഏദൻ തോട്ടം തേജോമനായ ദൈവം സൃഷ്ടിച്ചത് ആദമിന് ഹവ്വയ്ക്ക് വേണ്ടി അല്ലായിരുന്നു. ഒന്നാമത്തെ ഏദൻ തോട്ടം ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി അല്ല സൃഷ്ടിച്ചത്. ഒന്നാമത്തെ ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാർക്ക് വേണ്ടിയായിരുന്നു. ദൂതന്മാരെ പ്രധാനമായി 3ആയി തരംതിരിക്കാം. ഒന്നാമത്തെ ദൂതൻ ലൂസിഫർ, രണ്ടാമത്തെ ദൂതൻ മീഖായേൽ, മൂന്നാമത്തെ ദൂതൻ ഗബ്രിയേൽ. ആമേൻ. സ്തോത്രം. പിന്നെ കെരൂബുകൾ, സാറാഫുകൾ, വിവിധ ദൂതന്മാരുണ്ട്. എന്നാൽ 3
ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ട് ആമേ സ്തോത്രം 3 ഡിപ്പാർട്ട്മെന്റ് അവരെ ഏൽപ്പിച്ചു. ലൂസിഫർ എന്ന് പറഞ്ഞ ദൂതനെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചിട്ട് ആരാധനയുടെ ഡിപ്പാർട്ട്മെന്റ്. ആമേൻ. മീഖായേലിനെ ദൈവം പറയുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, ഗബ്രിയേലിനെ ദൈവത്തിന്റെ പ്രവചനം പറയാൻ, കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അപ്പൊ ഒരു ദൂതനെ അവൻ യുദ്ധം ചെയ്യാൻ, ഒരു ദൂതനെ പ്രവചിക്കാൻ, ഒരു ദൂതനെ ആരാധിക്കാൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ദൂതനായ ലൂസിഫറിനെ ദൈവം അവൻ ഏദൻ തോട്ടത്തിലാക്കി. അവിടെ വായിക്കുമ്പോൾ മരതകം, മാണിക്യം, വൈഡൂര്യം 9 വിധ രത്നങ്ങൾ കൊണ്ട് സൗന്ദര്യമുള്ളവനായിട്ട് ജ്ഞാനമുള്ളവനായിട്ട് ദൈവത്തിന്റെ തോട്ടമായ ഏദനിലാക്കി. അവൻ ഏദൻ തോട്ടത്തിനകത്ത് നിത്യനായ ദൈവത്തിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് ഇടവിടാതെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പം ദൈവം അവന് കൊടുത്ത സൗന്ദര്യത്തിലും ജ്ഞാനത്തിലും അവൻ ചെറുതായിട്ടൊന്ന് നിഗളിക്കാൻ തുടങ്ങി. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാവമാം നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവ കൃപ കൈമാറും. താഴ്മയുള്ള ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഒരു കൃപയുടെ കൈമാറ്റം പകരാൻ, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം പകരാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സൂമിനകത്തൂടെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വരുന്ന രാത്രിയാണ്. അടകാനഘടക ശംഭവ റിബൽക്കമാന. അപ്പൊ ലൂസിഫറിന്റെ ഹൃദയത്തിനകത്തൊരു നികൾ ഉണ്ടായി. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാവമാണ് നിങ്ങൾ. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും പ്രതാപശാലിയായ രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. നെബൂഖദ്നേസർ രാജാവ് തന്റെ പട്ടു സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ഈ സിംഹാസനമൊക്കെ കണ്ടോ, ഞാൻ എന്റെ പ്രതാപത്താൽ പണിത മഹദിയാം ബാബിലോണല്ലേ. സിംഹാസനം നിഗളിച്ച രാജാവിനെ സ്വർഗത്തിലെ ദൈവം അവൻ വലിച്ചിറക്കി കാട്ടിൽ വിട്ട് 7 വർഷക്കാലം പുല്ല് തീറ്റി. ദൈവമക്കളെ, ഇവിടെ ഒരു മർമ്മമുണ്ട്. സിംഹാസനത്തിൽ ഇരുന്നവനെ ദൈവം കാട്ടിലേക്ക് തരം താഴ്ത്തിയപ്പോൾ അതേ കാട്ടിൽ നിന്ന് ദാവീദിനെ കാട്ടിൽ നിന്ന് പട്ടു സിംഹാസനത്തോളം സ്വർഗത്തിലെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയാം. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനം. നീ ജനിച്ച സ്ഥലമോ നീ പാർക്കുന്ന സ്ഥലമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ സകല ബൗണ്ടറിയും പൊട്ടിച്ച് നീ പുറത്തു വരും. 2026 7-ാം മാസം ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയാ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ സമയമാണ്. നിന്റെ അഭിഷേകം പുറത്തു വരാൻ, നിന്റെ മേൽ കൈമാറിയ ദൈവത്തിന്റെ നിയോഗം പുറത്തു വരാൻ സമയമായി. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയാ, നീ പുറത്തു വരാൻ സമയമായി. നീ പുറത്തു വരാൻ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ സമയം. ഒരു ഗ്ലോബൽ റിവൈവലിന്റെ പുതപ്പ് കൈമാറുക, രാജ്യങ്ങളെ കത്തിക്കാൻ, പട്ടണങ്ങളെ കത്തിക്കാൻ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആ സമയമായി. ഈ സിംഹാസനത്തിൽ കയറിയ ദാവീദിനെ വിളിച്ച് നിന്റെ ടെസ്റ്റ് മണി ഒന്ന് പറയാമോ, നിന്റെ സാക്ഷ്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ദാവീദിന് ഒറ്റക്കാരിയെ പറയും, ഞാനൊരു തള്ളപ്പെട്ടവനായിരുന്നു, ഞാൻ ഒരൊറ്റപ്പെട്ടവനായിരുന്നു. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ എന്നോട് ദയ തോന്നിയ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയാ, ഒരു കണ്ണിനും ദയ തോന്നാതിരിക്കുമ്പോൾ നിന്നോട് ദയ തോന്നുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പൈതലേ നിന്റെ ഭവനത്തിനകത്ത് വരിക. അത് നിന്റെ ചരിത്രം മാറ്റാനാ, അസാധാരണമായൊരു നിയോഗം കൈമാറുവാൻ. അടകൽക്കന രഗക്ഷസ്കമാന വൈഡപ്രവാലി സന്തപ്രവാല സൈഡകരഘടക ഷൈഡകരഹസ്യാന. ദാവീദിന് ഒറ്റക്കാര്യം പറഞ്ഞു, ഞാനൊരു തള്ളപ്പെട്ടവനാണ്, ഞാൻ ഒറ്റപ്പെട്ട. കാരണം ഇസ്രായേലിലെ 1ാമത്തെ രാജാവായി മാനുഷിക ആലോചന പ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട ആളായിരുന്നു ശൗൽ. എന്നാൽ ശൗൽ തന്റെ സ്ഥാനത്ത് അവിശ്വസ്തനായപ്പോൾ, സ്തോത്രം, ശൗല് അവിശ്വസ്തനായപ്പോൾ ശൗലിനെ അഭിഷേകം ചെയ്ത് ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥനാ റൂമിലേക്ക് കയറി. പ്രവാചകന്മാരുടെ പ്രത്യേകത, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ മനുഷ്യന്റെ മുമ്പിലല്ല പോകുന്നത്, അധികാരികളുടെ മുമ്പിലല്ല പോകുന്ന, പ്രാർത്ഥനാ റൂമിലെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം ദൂത് പറയാ, നീ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ മറുപടി പ്രാർത്ഥനാ റൂമിലുണ്ട്. പ്രസംഗിക്കുന്നവനെ ലോകം അറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. ഈ പ്രഭാതത്തിൽ അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് ചേടമേൽ കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ കൈമാറ്റം.
ശമൂവേലിന്റെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ ശൗലായിരുന്നു. ശൗൽ അവിശ്വസ്തനായി. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നതിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, ബുദ്ധിയിൽ ഒരു തീരുമാനം എടുക്കല്ലേ, ജഡത്തിൽ ഒരു തീരുമാനം എടുക്കല്ലേ. എന്നാൽ പ്രാർത്ഥനാ റൂമിലേക്ക് കയറുമെങ്കിൽ പ്രാർത്ഥനാ റൂമിൽ അതിന്റെ മറുപടി ഉണ്ട് കേട്ടോ. അടകാ സന്തൽ കമാനഗസ്യാന. ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നുടാനഗസ്യാന, നീ ഇന്ന് കടന്നു പോകുന്ന വിഷയത്തിന്റെ മറുപടി പ്രാർത്ഥനാ റൂമിലുണ്ട്. ആമൻ. ശൗൽ അവിശ്വസ്തനായി. അടുത്തത് എന്ത് ചെയ്യണമെന്ന് ശമൂവേലിന് അറിയത്തില്ല. എന്നാൽ ശമൂവേൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥിച്ചവന്റെ അടുത്ത് ദൈവം ഇറങ്ങി. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ദൈവാത്മാവ് ദൂത് പറയാ, നിന്റെ പ്രാർത്ഥന മനുഷ്യൻ കാണുന്നില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന സ്വർഗം കാണുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ മനുഷ്യൻ നാളത്തെ പ്രവാചകനാ. ഇന്ന് നീ പ്രാർത്ഥിച്ച നാളെ നീ രാജ്യങ്ങളെ തൊടുന്നവനാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ഒരു അസാധാരണമായ പ്രാർത്ഥനയുടെ പുതപ്പ് ഈ കൂട്ടത്തിന്റെ മേൽ ദൈവം പകർന്നിട്ട് അടകൽക്കമാനകത്തുനി ചില നാഷൻസിനെ കത്തിക്കുവാൻ വേണ്ടി, ചില പട്ടണങ്ങളെ കത്തിക്കാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവം ഈ പ്രഭാതത്തിൽ കൈമാറുന്നു. പ്രാർത്ഥിക്കാൻ ചിലർ തയ്യാറായാൽ ചില അത്ഭുതങ്ങൾ കാണാൻ പോവാ. ആമേൻ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ആമേൻ, സ്തോത്രം. യേശുവിനെ പിടിക്കുവാൻ അവർ പ്രാന്തു നിറഞ്ഞവരായി അവനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി. പ്രാന്ത് നിറഞ്ഞവരായി ജനം യേശുവിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കുന്നു. അടുത്ത വാക്യം 12-ാം വാക്യം, ആ കാലത്ത് യേശു പോയി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. തന്നെ കൊല്ലാൻ പ്രാന്ത് നിറഞ്ഞവരായ ജനത്തോട് താൻ മറുപടി പറയാതെ യേശു പ്രാർത്ഥനാ റൂമിലേക്ക് കയറി. യേശു മലയിൽ പോയി പ്രാർത്ഥിച്ചു. അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, മുഴുവൻ രോഗികളെ സൗഖ്യമാക്കി. ആമൻ. ജനങ്ങൾ അവനെ തൊടാൻ വന്നു. ഏത് ജനങ്ങൾ? തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവർ യേശുവിന്റെ പുറകെ വന്ന് തൊടാൻ വരുന്ന രീതിയിലേക്ക് ആ അന്തരീക്ഷത്തെ മാറ്റി. ഇന്ന് പകൽ ദൈവം പറയുന്നു, നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന, നിന്റെ ഓഫീസിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ചില അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. എതിരുകളെ അനുകൂലമാക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കൈമാറ്റം ദൈവം പകരാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. റഗമനഘടക ശംധനരകതൽ ചുടാനകൽ കമാനഘടകസ്യാന. ചേടമേലേക്ക് ഒരു പ്രാർത്ഥനയുടെ കൈമാറ്റം ഈ പ്രഭാതത്തിൽ. അസാധാരണമായ ഒരു പ്രയറിന്റെ മാൻഡില്, പ്രാർത്ഥനയുടെ അഭിഷേകം അടകൽ കമാന ദൈവാത്മാവ് ഈ കൂട്ടത്തിന്റെ മേൽ കൈമാറാൻ കർത്താവ് ശമൂവേൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ശമൂവേൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ സ്തോത്രം ശൗലായിരുന്നു. ശൗൽ അവിശ്വസ്തനായി. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ ശമൂവേൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവന്റെ അടുത്ത് ദൈവം ഇറങ്ങിയിട്ട് പറയുക, പിന്മാറ്റത്തിൽ പോകുന്നവനെ കുറിച്ച് ദുഃഖിച്ച് പ്രാർത്ഥിച്ച് നിന്റെ സമയം വേസ്റ്റ് ആക്കാനല്ല, ഞാൻ നിനക്ക് തന്നൊരു തൈലക്കൊമ്പുണ്ട്, അത് നിറയുന്നെങ്കിൽ ഇനിയും ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ അയക്കാൻ പോവാ. ചിലരോട് ദൈവാത്മാവ് പറയാ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ചില പട്ടണങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോവാ, ചില ദേശങ്ങളിലേക്ക് അയക്കാൻ പോവാ. ഈ ദൈവം അയക്കുന്ന ദൈവം ഇന്ന് വരെ ചില ദൈവദാസന്മാർ ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ചില സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പോവാ. ദൈവം ചിലതിനെ അയക്കാൻ പോവാ. ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവ് ഇതിനകത്ത് ചിലരെ അയക്കാൻ പോവാണെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് അയക്കാൻ പോവാ. ആ ശമൂവേൽ പ്രവാചകൻ നിയോഗത്തോടെ ഇശായിയുടെ വീട്ടിലേക്ക് പോവാ. ഇശായിയുടെ വീട്ടിലാണ് അവൻ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ഇശായിയുടെ വീട് ഒരു വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ചിലത് വെളിപ്പെടാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഒരു ഡിവൈൻ കണക്ഷൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഇശായിയുടെ വീടുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യുമ്പോ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചിലത് ഇന്ന് വെളിപ്പെടാൻ പോവാണ്. ഈ 7-ാം മാസം ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയത് വെളിപ്പെടാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന.
ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് പോകണം, അവിടെ ഞാൻ ഒരു രാജാവിനെ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ നിയോഗത്തോടെ ഇശായിയുടെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ മൂത്ത മോനെ കണ്ടു. അവനായിരിക്കുമെന്ന് കണ്ട് അവനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യൻ പുറമേ നോക്കുന്നു, കർത്താവ് ഹൃദയങ്ങളെ കാണുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വയലിൽ നിന്റെ അടുത്തിരുന്ന് ആരാധിക്കുന്ന നിന്റെ വ്യക്തി നിന്റെ പുറമെയുള്ള അവസ്ഥ മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത നിന്റെ വേദന കാണുന്ന, ഭാരം കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം സൂമിലൂടെ നിന്നോട് വ്യക്തമായി ദൂത് പറയാ. മനുഷ്യൻ പുറമേ നോക്കുന്നു, കർത്താവ് ഹൃദയങ്ങളെ കാണുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഭവനത്തിനകത്തുനിന്ന് ഇറങ്ങിയ മറിയ ഇങ്ങനെ പറഞ്ഞു, ആർ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഒന്ന്, അവിടെ കഴിവുകൊണ്ട് ശക്തി കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം അവൾക്കുണ്ട്. അവളെ സഹായിക്കാൻ ആരുമില്ല. ഇന്ന് പകൽക്കാലം ദൈവം ദൂത് പറയാ, നിന്റെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം നിനക്കുണ്ടോ? നിന്നെ സഹായിക്കാൻ ആരുമില്ലേ? മറിയേ, നീ കർത്താവിനെയാണോ കാണാൻ വന്ന്? നീ ഒരിക്കലും ഒരു അടഞ്ഞ കല്ലറ കണ്ടു മടങ്ങേണ്ടി വരത്തില്ല. നീ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, ഇന്ന് പകൽ ആരോടോ ദൈവം ദൂത് പറയാ, നീ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്റെ ജീവിതത്തിലെ ഭാരമുള്ള ചില കല്ലിനെ ഉരുട്ടി മാറ്റിയ പോലെ ചില പ്രശ്നത്തെ ദൈവം ഉരുട്ടി മാറ്റി ചിലത് തുറക്കാൻ പോവാണെന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് ദൂത് പറയുന്നു. അപ്പൊ ദൈവം പറഞ്ഞു, മൂത്ത മോനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞു, മനുഷ്യൻ പുറമേ നോക്കുന്നു, കർത്താവ് ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവം സ്തോത്രം ശമൂവേലിനോട് പറയാ, നീ അവന്റെ പൊക്കവും നീളവും നോക്കരുത്. എന്തുകൊണ്ടാ പൊക്കം നോക്കല്ലെന്ന് പറഞ്ഞേ? ശമൂവേൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി ഇസ്രയേലിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ, ഇന്നലെ നിന്റെ ശുശ്രൂഷയുടെ പരിചയത്തിൽ ശമൂവേലെ നീ ഇന്ന് ശുശ്രൂഷിക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പണ്ടുള്ളതേ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ചിലരോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ, പുതിയൊരു ശുശ്രൂഷ, പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ. അടകാലകസ്യാന, നീ അവന്റെ പൊക്കവും നീളവും നോക്കരുത്. സ്തോത്രം. അങ്ങനെ 7 മക്കളെ ഓരോരുത്തരെ മാറ്റി നിർത്തി അപ്പൻ അവരുടെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അപ്പൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, 8ാമതൊരു മോൻ ഉണ്ടെന്ന്. ദാവീദിനെ അപ്പൻ മറന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മ ആര് നിന്നെ മറന്നാലും നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയോ, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അടകൽക്കമ വീട്ടിനകത്തൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ദാവീദിനെ വിളിച്ചില്ല. എന്നാൽ വിളിക്കാത്തവനെ ആള് വിട്ട് വിളിക്കത്തക്ക രീതിയിൽ അവനെ ഓണർ ചെയ്ത പോലെ ദൈവം ചില കുടുംബങ്ങളെ ഓണർ ചെയ്യാൻ പോ, ചില തലമുറകളെ ഓണർ ചെയ്യാൻ പോ, നിന്റെ ശുശ്രൂഷയെ ദൈവം ഓണർ ചെയ്യാൻ പോ. അടകൽക്കമാനഗസ്യാന അടകൽക്കമാനഗത്തുനി 2026 7-ാം മാസം പരിശുദ്ധാത്മാവരെ വീട്ടിനകത്ത് ഒരു അഭിഷേകം നടന്ന പോലെ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ദൈവം ദൂത് കൈവൻ നിന്റെ ഭവനത്തിനകത്ത് ഒരാത്മ പകർച്ച നടക്കാൻ പോ. വീട്ടിനകത്ത് ഒരു അഭിഷേകം നടന്ന പോലെ ഇന്ന് പകൽക്കാലം ദൈവം പറ, ചില ഭവനത്തിനകത്ത് ഒരു അസാധാരണ അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കാൻ പോവാ. അടകാലഘടകത്തുനി അർഗബറബലവ ശന്തനാറികൽക്കമർ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കാൻ പോവാ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. സ്തോത്രം. ദാവീദിന് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരുമില്ലാത്തടത്ത് അവന്റെ ദൈവം ഇറങ്ങി. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറ വിഷയത്തിൽ ദൈവം ഇറങ്ങാൻ പോ. നിന്റെ ജോലിയുടെ വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ മനുഷ്യകരങ്ങൾ ആരുമില്ല, ദൈവം ഇറങ്ങി നിന്നെ ചില സ്ഥാനത്ത് എത്തിക്കാൻ പോവാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട്. അപ്പം നിത്യനായ ദൈവത്തിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് ഇടപെടാതെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ചാക്കിയ ലൂസിഫർ എന്ന് പറഞ്ഞ ദൂതന്റെ ഹൃദയത്തിനകത്ത് ഒന്നാമതായിട്ട് ഒരു നിഗളം വന്നു. 2, അവന്റെ ഹൃദയത്തിനകത്ത് ഞാൻ വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനം മുകളിൽ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ മേഘോന്നതങ്ങൾക്ക് മീതെ ഞാൻ ഇരുന്നതിനുള്ളൂ എന്ന് അവൻ ചിന്തിച്ച മാത്രയിൽ
ദൈവം അവനെ വെട്ടി താഴെയിട്ടു. അവിടെ 5 ഞാനുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചിന്തിച്ച മാത്രമേ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. അങ്ങനെയാണ് ഭൂമിയിൽ ഒരു സാത്താൻ ഉണ്ടായത്. ദൈവം ഒരിക്കലും ഒരു സാത്താനെ ഉണ്ടാക്കിയില്ല. ദൈവം ഉണ്ടാക്കിയ ദൂതനെയാ. ദൂതൻ താൻ ആക്കിയ സ്ഥാനത്ത് അവിശ്വസ്തനായപ്പോൾ അവൻ പിശാചായി മാറി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ദൂത് പറയട്ടെ, വിശ്വസ്തരാകുക, പ്രാർത്ഥനയിൽ വിശ്വസ്തരാകുക, വചനധ്യാനത്തിൽ വിശ്വസ്തരാകുക. ആമേൻ സ്തോത്രം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നല്ല ആകാശവും നല്ല ഭൂമിയുമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഭൂമി പാഴ്ശൂന്യമായി, ആഴത്തിന്റെ മേൽ ഇരുളുണ്ട്, എന്നാൽ വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഇവിടെ തൊട്ടാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞ ഭാഗം ആരംഭിക്കുന്നത്. നിത്യനായ ദൈവത്തിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് ഇടവിടാതെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ചാക്കിയ ലൂസിഫർ എന്ന് പറഞ്ഞ ദൂതൻ തന്റെ സ്ഥാനത്ത് അവിശ്വസ്തനായപ്പോൾ അവന് പകരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അവൻ ലൂസിഫറിനെ സൃഷ്ടിച്ചത് 9 വിധ രത്നങ്ങൾ കൊണ്ടാ. രത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവൻ വീണുപോയത് കൊണ്ട് അവൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് ദൈവം രത്നങ്ങൾ എടുത്തില്ല, നിലത്തെ പൊടിയെടുത്തു. ആമേൻ സ്തോത്രം. പൊടിയുടെ പ്രത്യേകത കാറ്റടിച്ചാൽ പറന്നു പോവും, ആമേൻ വെള്ളമൊഴിച്ചാൽ കുഴഞ്ഞു പോവും. പക്ഷെ വിലയില്ലാത്ത മണ്ണിനെ വിലയുള്ളവൻ എടുത്തപ്പോൾ അതിന്റെ വില മാറി. ആമേൻ സ്തോത്രം. വിലയില്ലാത്ത നമ്മളെ വിലയുള്ള കർത്താവ് കരങ്ങൾ എടുത്തപ്പോൾ നമ്മുടെ വില മാറി. അടക സന്തൽക്കമാന. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കണക്ട് ചെയ്ത നമുക്കൊറ്റ കാര്യം, ഒരു വിലയുമില്ലാത്ത നമ്മളെ വിലയുള്ള കർത്താവ് കരങ്ങൾ എടുത്ത അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ 6 കൽപാത്രം കാല് കഴുകാൻ മാത്രം പുറത്തു തള്ളിയിട്ടു. എന്നാൽ ഈ വിലയില്ലാത്ത പാത്രത്തിന്മേൽ വിലയുള്ളവന്റെ കണ്ണു പതിഞ്ഞപ്പോൾ കർത്താവ് ആ പാത്രത്തെ നോക്കി പറഞ്ഞു, ഇതിനെ നിറയ്ക്കുക. ഇന്ന് പകൽക്കാലം നിന്നെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നിന്നെ നിറച്ചാൽ നിന്നെ പൊക്കാൻ ആള് വരും. നിന്നെ പൊക്കാൻ ആള് വരും. 2, നിന്റെ സ്ഥാനം മാറും. അവൻ ഒരിക്കലും കേറാത്ത കലവറയ്ക്കകത്ത് കയറി അതിനകത്തുനിന്ന് കുടിക്കുന്നവർ പറയും, ഇത്ര മെച്ചമായത് എവിടെ വെച്ചിരുന്നു? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ അകത്തുനിന്ന് വരുന്ന ശുശ്രൂഷ മെച്ചമെന്ന് ദൈവം തെളിയിക്കാൻ പോയി. ഇത്ര മെച്ചമായത് എവിടെ വെച്ചിരുന്നു? വിലയിൽ പുറം ലോകം കാണുക പച്ചവെള്ളമാ കോരി ഒഴിച്ചത്. എന്നാൽ പുറം ലോകം കാണുക പച്ചവെള്ളമല്ല പുറത്തു വന്നത്, വീഞ്ഞ പുറത്തു വന്ന്. അവൻ ആരും കാണാത്ത അകത്തൊരത്ഭവം നടക്കുക. ഇന്ന് രാത്രി ഈ ദൈവം പറയുന്നു, രാജ്യങ്ങളെ തൊടുന്ന, പട്ടണങ്ങളെ തൊടുന്ന ഒരു അധികാരത്തിന്റെ ശുശ്രൂഷയുമായി ഈ കൂട്ടത്തിനകത്തുനിന്ന് ദൈവം ചിലരെ പുറത്തെടുക്കാൻ പോ. ക്യാൻസറിനെ പൊട്ടിക്കാൻ, ട്യൂമറിനെ പൊട്ടിക്കാൻ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ചില ദൈവപ്രവർത്തിക്കായി ഒരു അധികാരത്തിന്റെ ശുശ്രൂഷയുമായി ദൈവം ചിലരെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കും. ശമന വൈഡ റിബാല ഹത്തുരി ശ്യാമപ്രഭാലി വർദ്ധപ്രഭാല ഹംദൽ കമാന്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിനകത്ത് 3 പർപ്പസ് ഉണ്ട്. 3 ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്തെ 133-139 സങ്കീർത്തനം 13 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പറയുന്നു, സ്തോത്രം, നിന്നെ ഭയങ്കരവും അതിശയവുമായി ആമേ സ്തോത്രം ഞാൻ നിന്നെ മെടഞ്ഞു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് നമ്മളെ മെടഞ്ഞിരിക്കുന്നു. ഭയങ്കരവും അതിശയവുമായി ആമേ സ്തോത്രം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, ആമേ സ്തോത്രം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കർത്താവിന്റെ കൈ ഓല മെടയുന്ന പോലെ മെടഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഒരിക്കൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെടയാൻ ആ കരം ഓടിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ കരം ഒരിക്കൽ കൂടി നിന്റെ ശരീരത്തിലുള്ള ഒന്ന് ഓടിക്കാമെങ്കിൽ, എത്ര രോഗമുണ്ടെങ്കിലും എത്ര ബലഹീനത ഉണ്ടെങ്കിലും ആ കരം ഒരിക്കൽ കൂടി ആ ശരീരത്തിനകത്തൂടെ ചലിച്ചാൽ, ആ മെടഞ്ഞ കർത്താവിന്റെ കരം ഒന്നുകൂടെ ചലിച്ചാൽ അത് സൗഖ്യമായി വിടുതലായി ദൈവപ്രവൃത്തിയായി മാറും. ആ 139 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നു, ഭയങ്കരോ അതിശയമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചു. ആമേൻ. ഒന്നുമില്ലാത്ത സമയത്ത് നിയമിക്കപ്പെട്ട നാളിൽ എല്ലാം നിന്റെ പുസ്തകത്തിനകത്ത് എഴുതി. ഞാനും നിങ്ങളും ഒന്നുമില്ലാത്ത സമയത്ത് നിയമിക്കപ്പെട്ട നാളിൽ നമ്മളെക്കുറിച്ചുള്ള സകല പദ്ധതിയും ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു. അതുകൊണ്ട് ആ ദൈവം പറയുന്നേ, ആ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അതിനായി
അതിനായി കാത്തിരിക്കുക. നിങ്ങൾ കണ്ട ദർശനം, നിങ്ങൾ കേട്ട ആലോചന, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ അവൻ കർത്താവിന്റെ കൈ നമ്മളെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഈ നൂറ്റാണ്ടിലെ വലിയൊരു അത്ഭുതമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്നിട്ട് സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് 3 ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്നിട്ട് കർത്താവ് അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ മേൽ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ, ഭൂമിയിൽ ഇഴയുന്ന ഇടജാതിയുടെ മേൽ വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴാനും ഭരിക്കാനും. അപ്പൊ ദൈവത്തിന്റെ മക്കൾ അടിമകളല്ല, ദൈവത്തിന്റെ മക്കൾ അധികാരികളാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം പറയാം, ദൈവത്തിന്റെ മേലെ നീ ഒരു അടിമയല്ല, നീ ഒരു അധികാരിയാ. ദൈവം പറഞ്ഞു, അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ മേൽ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ, ഭൂമിയിൽ ഇഴയുന്ന ഇടജാതിയുടെ മേൽ വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്നിട്ട് 8-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നു: നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ അധിപനാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയുടെ അധികാരം ദൈവം നമുക്ക് കൈമാറി. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. 8-ാം സങ്കീർത്തന്റെ 6-ാം വാക്യവും 19-ാം സങ്കീർത്തനം 1-ാം വാക്യവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ആകാശ മണ്ഡലം വരെ വാഴാനും ഭരിക്കാനുമുള്ള അധികാരം ദൈവം നമുക്കാ തന്നിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല, സൂര്യ നിക്ക്, ചന്ദ്ര നിക്ക് എന്ന് അവൻ ജോഷുവ പറഞ്ഞപ്പോ നിന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലെ നീ നിന്നാൽ നീ പറഞ്ഞ ചിലത് സംഭവിക്കും. മർക്കോസ് 11:23 പറയുന്നു, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചോണ്ട് ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കും. ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, നീ പറയുന്നത് നിന്റെ വീട്ടിൽ നടക്കാൻ പോ. പിശാച് പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതല്ല, നീ പറയുന്നത് സംഭവിക്കാൻ പോ. അധികാരത്തോടെ പറയാൻ ചിലരുണ്ടെങ്കിൽ ചെയ്യാനൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ പറയാൻ ചിലരുണ്ടെങ്കിൽ ചെയ്യാനൊരു ദൈവമുണ്ട്. ഒന്നാമത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴാനും ഭരിക്കാനുമാണ്. അവൻ 27-ാം വാക്യം പറഞ്ഞു, ദൈവം അവരെ അനുഗ്രഹിച്ചു. രണ്ടാമത് ദൈവം അവരെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. 1 പത്രോസ് 3:9 പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആമേൻ, സ്തോത്രം. എന്ത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട? ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ കൈമാറുക. മരത്തിനകത്തുനിന്ന് വന്ന പഴം പറിച്ചു തിന്ന് നമ്മുടെ മേൽ പാപം സംഭവിച്ചെങ്കിൽ അതേ മരത്തിൽ യേശു തൂങ്ങി അവൻ ആ പാപത്തിന്റെ കെട്ടിനെ, ശാപത്തിന്റെ കെട്ടിനെപ്പോൾ എവിടെ നിന്നാണോ നിന്റെ മേലേക്ക് ശാപം കൈമാറിയപ്പെട്ട് അതിന്റെ റൂട്ടിനെ കർത്താവ് പൊട്ടിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ കൈമാറിയിരിക്കുക. അടകാൽ അബ്രഹാമിന്റെ അനുഗ്രഹം, അവിടേക്ക് പോകാൻ സമയമില്ല, ഞാൻ ആ ഭാഗത്തു നിന്ന് മടങ്ങി വരട്ടെ. എന്നിട്ട് 3-ാമത് ദൈവം നിങ്ങൾ സന്താന പുഷ്ടിയുള്ള വർദ്ധിച്ചു പെരുകുക. അപ്പം ദൈവത്തിന്റെ മനസ്സിനകത്ത് കിടന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മനസ്സിനകത്ത് കിടന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സാദൃശ്യമുള്ള, ദൈവത്തിന്റെ സ്വരൂപമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ അധികാരം കൈകാര്യം ചെയ്യുന്ന, ദൈവത്തിന്റെ അനുഗ്രഹം കൈകാര്യം ഒരു തലമുറയെ കൊണ്ട് ഈ ഭൂമി മൊത്തം നിറയ്ക്കണം. അല്ലെ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവരാജ്യം കൊണ്ട് ഈ ഭൂമി നിറയ്ക്കണം. എന്നിട്ട് വാഴാനും ഭരിക്കാനും അധികാരം കൊടുത്തു മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയിട്ട്
ഒന്നാം അധ്യായത്തിൽ പിതാവായ ദൈവം എല്ലാത്തിനും പേരിട്ടു. രണ്ടാം അധ്യായത്തിൽ തന്റെ മോൻ എല്ലാത്തിനും പേരിട്ടു. ഒന്നാം അധ്യായത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ദൈവം പേരിട്ടെങ്കിൽ രണ്ടാം അധ്യായത്തിൽ മോൻ സിംഹത്തിനും കരടിക്കും ആനയ്ക്കും മോൻ പേരിട്ടു. പഴയ നിയമത്തിനകത്ത് അവൻ പിതാവ് എന്ത് ചെയ്തോ അത് പുത്രൻ ചെയ്തെങ്കിൽ പുതിയ നിയമത്തിലേക്ക് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തലും അധികം ചെയ്യും. അടകസ്യാന. അങ്ങനെ ദൈവം വാഴാനും ഭരിക്കാനും അധികാരം കൊടുത്തു മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം അവനോടൊരു വാക്ക് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആ തോട്ടത്തിനകത്ത് ആയിരക്കണക്കിന് വൃക്ഷങ്ങളുണ്ട്. ദൈവം ഏത് വൃക്ഷത്തെ ചൂണ്ടി സംസാരിച്ചു അതേ വൃക്ഷത്തെ ചൂണ്ടി ആ പിശാചും സംസാരിക്കും. എടാ അപ്പുറത്ത് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അതിനെ ചൂണ്ടിയല്ല. ദൈവം ഏത് വൃക്ഷത്തെ ചൂണ്ടി സംസാരിച്ചു അതേ വൃക്ഷത്തെ ചൂണ്ടി പിശാച് സംസാരിച്ചു. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും. പിശാച് പറഞ്ഞു തിന്നുന്ന നാളിൽ ആമേൻ നിന്റെ കണ്ണ് തുറക്കും ദൈവത്തെ പോലെ. ഒരു ദൈവവൈതൽ ഒരു ദിവസം 3 ശബ്ദത്തെ ഫേസ് ചെയ്യണം. 1 ദൈവത്തിന്റെ ശബ്ദം, 2 പിശാചിന്റെ ശബ്ദം, 3 മനുഷ്യന്റെ ശബ്ദം. 3 ശബ്ദത്തിന് 3 റിസൾട്ടാ. ദൈവത്തിന്റെ ശബ്ദം ജീവൻ കൊണ്ടുവരുമ്പോൾ പിശാചിന്റെ ശബ്ദം മരണം കൊണ്ടുവരും. മനുഷ്യന്റെ ശബ്ദം ആദ്യമേ കേട്ടാൽ അത് നല്ലത്, ആ കല്യാണം നല്ലത്, ആ ബിസിനസ് നല്ലത്, ആ ജോലി നല്ലത്. അവൻ കുറച്ച് കഴിയുമ്പോൾ അത് പരാജയമെന്ന്. എന്നാൽ ഇന്ന് ഈ കൂട്ടത്തിനകത്ത് ദൈവ ശബ്ദത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ അങ്ങനെ ദൈവം കൊടുത്ത അവൻ ദൈവം പറഞ്ഞ ശബ്ദത്തെ അവിശ്വസിച്ചു തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ മാനവജാതിക്ക് ദൈവം കൊടുത്ത വാഴാനും ഭരിക്കാനുമുള്ള അധികാരം ആദാമിൽ നിന്ന് പിശാചിലേക്ക് കൈമാറി. അങ്ങനെ ഏദൻ തോട്ടത്തിനകത്ത് അധികാരം പിടിച്ച് അഹങ്കരിച്ചു നിൽക്കുന്ന പിശാചും അധികാരം നഷ്ടപ്പെട്ടിട്ട് ദുഃഖിച്ചു നിൽക്കുന്ന മനുഷ്യനും അതിന്റെ നടുവിലേക്ക് ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രവചനം മുഴങ്ങുക. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. എടാ പിശാചെ, സ്ത്രീയിൽ കൂടി കയറി എന്റെ കുഞ്ഞുങ്ങളുടെ അധികാരം നീ തട്ടിയെടുത്തെങ്കിൽ അതേ സ്ത്രീയിലൂടെ ഒരു തലമുറയെ കൊണ്ട് നഷ്ടപ്പെട്ട അധികാരം ഞാൻ തിരിച്ചു പിടിക്കും. ഇന്ന് പകൽക്കാല ദൈവം നിന്നോട് ദൂത് പറയാൻ, ഏത് രീതി നിന്റെ നന്മ നഷ്ടപ്പെട്ടോ അതേ രീതി തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മീറ്റിംഗ് കാനഡായി ചിലത് തിരിച്ചു പിടിക്കാൻ പോ. നിന്റെ ഭവനത്തിനകത്ത് ചില റിസ്റ്റോറേഷന്റെ 7ാം മാസം ചിലത് റിസ്റ്റോർ ചെയ്യുമ്പോ നഷ്ടപ്പെട്ട ആരോഗ്യം റിസ്റ്റോർ ചെയ്യുമ്പോ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം റിസ്റ്റോർ ചെയ്യുമ്പോ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന മാസമാ 7ാം മാസം. റിസ്റ്റോറേഷന്റെ മാസമാ. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അതേ രീതി തിരിച്ചു പിടിക്കാൻ പോവാ. ദൈവം പറഞ്ഞു, എടാ പിശാചെ, നിനക്ക് പ്രവർത്തിക്കാൻ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സ്ത്രീ ഉണ്ട്. അവൻ ഏത് കാലഘട്ടത്തിലും പാപം ചെയ്യാൻ പിശാചിന് പ്രവർത്തിക്കാൻ ചില ആളുകളുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. എടാ സാത്താനെ, നിനക്കൊരു ഗോലിയാത്തുണ്ടെങ്കിൽ എനിക്കൊരു ദാവീദുണ്ട്. ഇസബേലെ ആമേ സ്തോത്രം, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു യേഹുവുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കൂട്ടത്തെ കൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ചില പൈശാചിക ശക്തിയെ പൊട്ടിച്ച് ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാൻ, പ്രിപ്പയർ ചെയ്യുവാൻ, വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു തലമുറയെ പുറത്തെടുക്കാൻ ദൈവം ഈ കൂട്ടത്തിനകത്ത് ദൈവം ചിലരെ തിരയുന്നു. ഇന്ന് പകല് ദൈവം ചില കുടുംബങ്ങളോട് വ്യക്തമായ ഒരു ദൈവ ശബ്ദം പറയുന്നു. നിന്നെ നോക്കി മനുഷ്യൻ പറഞ്ഞ സകല കമന്റും തിരുത്താൻ പോവാ. നിന്നെ നോക്കി വ്യക്തികൾ പറഞ്ഞ സകല കമന്റും തിരിയപ്പെടാൻ പോവാ. ആമേ സ്തോത്രം. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നസ്രേത്ത് എന്ന് പറഞ്ഞൊരു പട്ടണം, നസ്രേത്തിനെ നോക്കി നദനിയേല് പറഞ്ഞു, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നദനിയേലിന്റെ കാഴ്ചപ്പാടിൽ ഒരു നന്മയും വരാൻ സാധ്യതയില്ല, ഒരു നന്മയും വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയ നസ്രേത്തിനകത്ത് 6ാം മാസം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. 6ാം മാസം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. അവൻ ഒരു ഭവനത്തിനകത്ത് മറിയോട് ദൈവം ഒരു ദൂത് പറഞ്ഞ് കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുക. ലോക ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത, മെഡിക്കൽ സയൻസിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തി നിന്റെ ഭവനത്തിനകത്ത് നടക്കാൻ പോകാണെന്ന് ദൈവം മറിയോട് പറഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ മറിയ അത് വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കാറ്റ് കാണുകയല്ല, മഴ കാണുകയല്ല, പക്ഷെ നീ അത്ഭുതം കാണും. നീ കേട്ട ദൂതുമായിട്ട് അനുകൂലമായി ഒന്നും കാണത്തില്ല, പക്ഷെ ദൈവപ്രവൃത്തി കാണും, സൂപ്പർ നാച്ചുറൽ കാണും, അത്ഭുതം കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. മറിയോട് ദൈവം പറഞ്ഞു, കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആമേൻ, സ്തോത്രം. ആമേൻ. ലോക ചരിത്രത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യം. മറിയ പറഞ്ഞു, ആമേൻ, കർത്താവേ, ഞാൻ ഒരു പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? കർത്താവിന് പറയാനുണ്ട്, മകളെ, നിന്നോട് ഞാൻ ദൂത് പറഞ്ഞത് ഒരു മാനുഷ്യ കരത്തെ കണ്ടിട്ടല്ല, മാനുഷ്യ വ്യക്തിയെ കണ്ടിട്ടില്ല. നിന്നെ സഹായിക്കാൻ ഒരു മാനുഷ്യ കരമില്ലല്ലോ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കും. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ നീ കേട്ട ദൂത് നിന്റെ വീട്ടിൽ നടക്കാൻ പോ, നിന്റെ ശരീരത്തിൽ നടക്കാൻ പോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ കേട്ട ദൂത്, നീ കേട്ട വാഗ്ദത്തം നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോ. അത് പരിശുദ്ധാത്മാവ് നിന്റെ മേലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലും. അപ്പോൾ വിശുദ്ധ പ്രജ ഉരുവാകും. അങ്ങനെ ആമേ സ്തോത്ര ഏദൻ തോട്ടത്തിൽ ഒന്നാമത്തെ ആദാം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ അധികാരത്തെ തിരിച്ചു പിടിക്കാൻ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒന്നാമത്തെ ആദാമിനെ പിശാച് തീറ്റി പരീക്ഷയെ തോൽപ്പിച്ചെങ്കിൽ, ഒന്നാമത്തെ ആദാം തീറ്റി പരീക്ഷയെ തോറ്റെങ്കിൽ ഒടുക്കത്തെ ആദാം തീറ്റി പരീക്ഷയെ ജയിച്ചു. ഒന്നാമത്തെ ആദാം പഴം പറിച്ചു തിന്നു തോറ്റെങ്കിൽ ഒടുക്കത്തെ ആദാമിന്റെ അടുത്ത് കല്ല് അപ്പമായി തിന്നാൻ പറഞ്ഞെടുത്ത്. ഒന്നാമത്തെ ആദാം തിന്നു തോറ്റെടുത്ത് ഒടുക്കത്തെ ആദാം തിന്നാതെ ജയിച്ചു. ഒന്നാമത്തെ ആദാം ഈ ഭൂമിയിൽ നിന്നുള്ളതാണെങ്കിൽ ഒടുക്കത്തെ ആദാം ഉയരത്തിന്ന് വീണ്ടും ജനിച്ച നിന്നെ തോപ്പിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഈ കൂട്ടം ജയിക്കാൻ പോ. ഇത് ജയത്തിന്റെ സീസണാണ്. പിശാചിന്റെ പ്രവൃത്തി അഴിക്കാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ട് നിന്നിലൂടെ കാനഡയായി ഭരിക്കുന്ന ചില പൈശാച ശക്തിയെ പൊട്ടിക്കാൻ ഒരധികാരത്തിന്റെ കൈമാറ്റമായി ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവാം. അടയാള ഘടകസ്യാന എന്നോട് കർത്താവ് വ്യക്തമായ ഒരു ദൂത് പറയുന്നു. ദൈവത്തിന്റെ വഴിയിലെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയത്തിന്റെ ഏദൻ തോട്ടമുണ്ടെങ്കിൽ വരുന്നുണ്ട് ജയത്തിന്റെ ഗതസമനത്തോട്ടം. വരുന്നുണ്ട് ജയത്തിന്റെ ഗതസമനത്തോട്ടം. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ജയിക്കുന്ന ഗതസമനത്തോട്ടം. കൂടെ പ്രാർത്ഥിക്കേണ്ടി പോലും ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരിക. അടയാള ഘടക ഷൈഡക രഹസ്യാന ഒന്നാമത്തെ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയ അധികാരത്തെ തിരിച്ചു പിടിക്കാൻ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കൊലോസ്യർ 2:14-15 പറയുന്നു, അതിക്രമങ്ങൾ ഒക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ മായിച്ചു. ക്രൂശിൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ മായിച്ച് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. യേശു കാൽവറി ക്രൂശിൽ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ സാത്താന്റെ ആയുധം വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു എന്നിട്ട് മരണമേ നിന്റെ ജയമെവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെ ജയിച്ചടക്കി യേശു ജയാളിയായി ക്രൂശിൽ യേശു സാത്താനെ തോൽപ്പിച്ചു. ആമേ, സാത്താനെ തോൽപ്പിച്ചിട്ട് അരിമത്തക്കാരന ജോസഫിന്റെ കല്ലറയിൽ നിന്ന് യേശു പാതാളത്തിലേക്ക് പോയിട്ട് ആമൻ പിശാചിന് വിറ്റുകളഞ്ഞ അധികാരത്തെ യേശു തിരിച്ചു പിടിച്ചു. മത്തായി 28:18 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെടും. എനിക്ക് നൽകപ്പെട്ടെന്ന് പറയാൻ കാരണം ഇത് ആദാമിന് കൊടുത്ത. ആദാം പിശാചിന് വിറ്റു. എന്നാൽ പിശാചിനെ തോപ്പിച്ചിട്ട് യേശു ക്രിസ്തു അധികാരം തിരിച്ചു പിടിച്ചു. യേശു ഈ അധികാരം തിരിച്ചു പിടിച്ചിട്ട് കാനഡയിലുള്ള ബുധനാഴ്ച വൈകിട്ടുള്ള സ്തോത്രം ആ കൂട്ടായ്മയുടെ നടുക്കോട്ട് യേശു വന്നിട്ട് നിങ്ങളെ നോക്കി യേശു പറയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇപ്പോൾ അധികാരം കാനഡയിലുള്ള ദൈവമക്കളുടെ കയ്യിലെ അധികാരം. എന്തിനുള്ള അധികാരം? പാമ്പിനെയും തേളിനെയും
ശത്രുവിന്റെ ശകലം ബലമല്ല, സകല ബലത്തെ ചവിട്ടാണ് അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. എന്നിട്ട് കർത്താവ്, അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം. ഇവിടെയാണ് എന്റെ മെസ്സേജ് ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഈ വാക്യത്തിന്റെ മുഖവരെയാണ് ഇതാണ് നമ്മൾ ചിന്തിച്ചു വായിച്ചത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തരും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, പിശാചിനെ തകർക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 7 ആയുധങ്ങൾ. ആമേൻ, സ്തോത്രം. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹോളി സ്പിരിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് അന്യഭാഷ. റൈമസ് കമന ഘടക സിയാന ഘടക സിയ. ഹോളി സ്പിരിറ്റ് ടേക്ക് കൺട്രോൾ. ഹോളി സ്പിരിറ്റ് റേംഷസ് കമന. 1-2 മിനിറ്റ് അന്യഭാഷയോട് യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ്. പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ കർത്താവ്. പ്രത്യക്ഷമായൊരു ദൈവപ്രവൃത്തി. ലേമ ശംധരേസ് കാലിഘടക സുമാനിയ. 1-2 മിനിറ്റ് അന്യഭാഷയിൽ ലിബ്രോ ശമന ഘടകസി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്ന കർത്താവ്, ഇവരുടെ ഭവനത്തിനകത്തേക്ക് ഉടമാന ഘടക സന്തൽ ജാനികെട്ടി ദൂര ശമ്പൽ ദൈവശക്തിയുടെ കൈമാറ്റം വെളിപ്പെട്ടു വരുവാൻ കർത്താവെ സഹായിക്കണം. കർത്താവെ ചുടരബാൽ കമാനകസ്. നമ്മൾ വചനത്തിലേക്ക് കടക്കുകയാണ്. ലാംഷസ് കമനവയുടെ പ്രബാലഹസ്യാന. ദൈവദാസ, എത്ര ടൈം ഒന്ന് ഒരു മെസ്സേജ് അയക്കണം. കരമത്തി കർത്താവിനെ ആസ്വദിച്ചേ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താനെ തകർക്കാൻ, നമ്മുടെ വീട് വിടുവിക്കാൻ കർത്താവ് സാത്താനെതിരെ നമുക്ക് 7 ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ആ ആയുധം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പകൽ പിശാചിനെ പൊട്ടിക്കാൻ പോവാം. ആമേൻ. യാക്കോബ് 4:7 പറയുന്നു, ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അപ്പൊ നമ്മൾ എതിർക്കാതെ ഒരിക്കലും സാത്താൻ ഓടിപ്പോകത്തില്ല. ആമേൻ, സ്തോത്രം. നമ്മൾ എതിർക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ വളരെ തന്ത്രപൂർവമായ ഒരു കാര്യം ചെയ്തു, നമ്മളെ തിരിച്ചടിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മളെ തിരിച്ചടിക്കാനുള്ള ഒരായുധവും അവന്റെ കയ്യിലില്ല. കാരണം സാത്താന്റെ കയ്യിൽ ആയുധമില്ലാത്തതുകൊണ്ട് അവൻ തന്ത്രം ഉപയോഗിക്കുന്നത്. ആമേൻ. വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിന്റെ പഞ്ചായത്തിൽ സാത്താൻ അടുക്കത്തില്ല. ആമേൻ, സ്തോത്രം. കാരണം നമ്മൾ ഇന്ന് 2 രാജ്യത്തിലാണ് നിൽക്കുന്നത്. കൊലോസർ 1:13 പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. നമ്മൾ ഒരു കാലത്ത് ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അന്ന് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമ്പത്തികം, നമുക്കുള്ളതെല്ലാം ഇരുട്ടായിരുന്നു എന്ന്. എന്നാൽ കർത്താവ് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇന്ന് നിങ്ങൾ പുത്രന്റെ രാജ്യത്തിലാണെന്നുള്ള വെളിപ്പാടുകൾ നിങ്ങൾ ഏറ്റെടുക്കുക. ആമേൻ, സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാ. ആമേൻ, സ്തോത്രം. ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ നിങ്ങൾ ടെൻഷൻ അടിക്കത്തില്ല. നിങ്ങൾ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ കാനഡയില്ല. ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. പക്ഷെ കർത്താവ്, കൊലോസർ 1:13, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. എന്നിട്ട് ഇന്ന് നമ്മളെ കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. ഇന്ന് ഞാൻ പുത്രന്റെ രാജ്യത്തിലാണ്. ഇന്ന് ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇരിക്കുന്ന എന്റെ പ്രത്യേകത, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ഇന്ന്. അപ്പം ദൈവരാജ്യത്തിൽ നിൽക്കുന്ന എനിക്ക് സാത്താനെ തകർക്കാൻ കർത്താവ് 7 ആയുധം തന്നിട്ടുണ്ട്. അതിലെ 1-ാമത്തെ ആയുധമാണ് യേശുവിന്റെ നാമം. എല്ലാവരും ഒന്ന് ഉറക്കെ പറയാമോ? നിങ്ങളുടെ റൂമിൽ നിന്ന് കേൾക്കാനൊക്കെ ഇതിലെങ്കിലും ഒന്ന് വാതുറന്നൊന്ന് പറയാം. യേശുവിന്റെ നാമം ഒന്ന് പറഞ്ഞേ. യേശുവിന്റെ നാമം. ആമേൻ, സ്തോത്രം. യേശുവിന്റെ നാമം. മർക്കോസ് 16:17 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഏതെങ്കിലും ഭൂതശക്തികൾ, ഏതെങ്കിലും പൈശാച ശക്തികൾ, ഏതെങ്കിലും അറ്റാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമം ഉപയോഗിക്കുക. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പം ഒരു വ്യക്തിയുടെ നാമം ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരിക്കും. വ്യക്തിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ആ വ്യക്തിയുടെ നാമം ഉപയോഗിക്കാൻ ഒക്കത്തില്ല. കർത്താവുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും കിട്ടും.
ആമേൻ സ്തോത്രം. ദൈവമക്കൾക്ക് വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനൊക്കത്തില്ല. വചനത്തിന്റെ റൈറ്റാ നമ്മുടെ റൈറ്റ്. ആമേൻ സ്തോത്രം. നമ്മളൊരു TV വാങ്ങിക്കുമ്പോൾ, നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഒരു കാറ്റലോഗ് കിട്ടുന്ന പോലെ ഈ ഭൂമിയിൽ നിത്യതയിൽ പോകുന്നവരെ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. വചനം എന്നോടും നിങ്ങളോടും പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ഇന്ന് പകൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഏതെങ്കിലും പൈശാചിക ശക്തികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളും ഞാൻ ഉപയോഗിക്കേണ്ട ഒന്നാമത്തേതാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഈ നാമത്തിന്റെ പ്രത്യേകത ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശക്തിയുമില്ല. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശക്തിയുമില്ല. കരമുറുതി കർത്താവിന് ഒന്ന് സ്തുതിക്കാമോ? ചുടവര ശംഭവ റേബ സതൽ കനാ രഹസ്യാന അർത്ഥന റീഗൽ കനാ രഹസ്യാന. അപ്പോൾ ആമേൻ സ്തോത്രം. എന്നാൽ സ്തോത്രം, കഴിഞ്ഞ എന്നോട് ക്ഷമിക്കണം ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ഭയമിടുന്ന കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. സമയം വളരെ കുറവാണെങ്കിലും ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ വാഗമണിലായിരുന്നു മീറ്റിംഗ്. വാഗമണിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഉറങ്ങാതാണ് ഞാൻ ഇവിടെ. ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേക്കാൻ ഒക്കത്തില്ല. ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കിടക്കാം. ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമ്പം സ്തോത്രം, എന്റെ വണ്ടി ഒരു ആണി കയറി പഞ്ചറായി. എന്റെ വണ്ടി പഞ്ചറാകത്തില്ല, ഒരു ഉദാഹരണം പറയാം. ആണി കയറി പഞ്ചറായാൽ ഞാൻ പറയും, പ്രിയമുള്ളവരെ, വാഗമണ്ണി ഭയങ്കര വിടുതലായിരുന്നു, പക്ഷെ പിശാച് എന്നെ വഴി തടഞ്ഞു. ആണിയുടെ പുറത്തൂടെ ഹിന്ദു കയറിയാലും മുസ്ലിം കയറിയാലും പഞ്ചറാകും. പക്ഷെ എൻ്റെ ലൈഫിനകത്ത് നോർമലി സംഭവിച്ചത് ഞാൻ പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ, പ്രിയമുള്ളവർ, ഇന്നലെ ഭയങ്കര വിടുതലായിരുന്നു, പക്ഷെ പിശാച് എന്നെ വഴി തടഞ്ഞു. ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മോൻ ഇവിടെ ക്രിക്കറ്റ് കളിച്ച് അവൻ തെന്നി വീണു. അപ്പൊ ഞാൻ പറയാം, അവിടുത്തെ തിരിച്ചടിയാ. അങ്ങനെ കഴിഞ്ഞ തലമുറയിൽ അവരുടെ ജീവിതത്തിൽ നോർമലി സംഭവിച്ച പല കാര്യം മിനിസ്ട്രിയുമായി കണക്ട് ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ഭയമുണ്ടായി. എന്നാൽ കർത്താവ് പറയുന്നു, പിശാചിന്റെ പ്രവൃത്തി അഴിക്കാനാ ദൈവോത്രം പ്രത്യക്ഷപ്പെട്ട. വിശുദ്ധിയിൽ നിൽക്കുന്ന വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്നവരല്ല, വിശുദ്ധി ജീവിക്കുന്ന ഒരുവനെ തൊടാൻ പിശാചിന് റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളെ തൊടാൻ പിശാചിന് റൈറ്റ് ഇല്ല. നിങ്ങൾ ദൈവത്തിന്റെ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒന്ന്, കേരളത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനൊരു ഭയം വർഷങ്ങളായിട്ട്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് കേരളത്തിലാണെങ്കിൽ എല്ലാത്തിനകത്തും ഇവിടെ കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി, വണ്ടി പിടിക്കാൻ കൊട്ടേഷൻ, ആമേൻ സ്തോത്രം, എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കും. അതുപോലെ ചിലർ കൊട്ടേഷൻ കൊടുക്കും. ബുധനാഴ്ച കോട്ടയത്തു നിന്നൊരു ഗുണ്ട വരും, വ്യാഴാഴ്ച കൊല്ലത്തു നിന്നൊരു ഗുണ്ട വരും, വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്നൊരു ഗുണ്ട. എല്ലാവർക്കും മനസ്സിലായി ഗുണ്ട. ആമേൻ സ്തോത്രം. വീട്ടിലെ അമ്മാമ അടുക്കളയിൽ കിടന്ന് ഗുണ്ടയ്ക്ക് ഫുഡ് ഉണ്ടാക്കും. ആമേൻ. സഭക്കാർ ദൂതും കേട്ടോണ്ടോ ഗുണ്ട കാശും വാങ്ങിച്ചോണ്ടു. അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യപ്പെട്ടുപോയി. എന്നാൽ ഇന്ന് പകൽ ഈ സൂമിനകത്ത് കണക്ട് ചെയ്യപ്പെട്ട ഓരോരുത്തരും ദൈവം പറയാ, പാമ്പിനെയും തേളിയും നിന്റെ കുടുംബത്തിനകത്ത് ഭരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയെ പൊട്ടിക്കാൻ ദൈവം നിനക്കൊരു അധികാരം തന്നു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ. ഞാനിത് പറയാൻ കാരണം, ഞാൻ വർഷങ്ങളായിട്ട് 31 വർഷമായിട്ട് ഒരു ഗുണ്ടയായിട്ട് പോകുന്ന ഒരാളാ. വസ്തു വിൽക്കാൻ ഒക്കാതെ വരുമ്പോ, കല്യാണം നടക്കാതെ വരുമ്പോ, IELTS 7 സ്കോർ കിട്ടാതെ വരുമ്പോ, PR കിട്ടാതിരിക്കാതെ വരുമ്പോ, ആമേ സ്തോത്രം. എന്നാൽ ഇനി സ്തോത്രം, ദൈവമക്കളെ, നിങ്ങളൊക്കെ ഗുണ്ടകളായി മാറണം. ദൈവത്തിന്റെ വചനം പറയുന്നു, തെറ്റിദ്ധരിക്കല്ലേ, വേറൊരു രീതി എടുക്കല്ലേ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കല്ലേ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നമ്മളെ വിട്ടോടിപ്പോ. എതിർക്കാതിരിക്കാൻ വ്യക്തികളെ കുറിച്ച് കൊണ്ട്, സാഹചര്യങ്ങളെ കുറിച്ച് നെഗറ്റീവ് പഠിപ്പിക്കലിലൂടെ നമ്മുടെ ഉള്ളിലിട്ട ആ ഭയത്തിന്റെ ദുരാത്മാവിനെ പൊട്ടിച്ചിട്ട് വിളിച്ചു പറ, യേശുവിൻ നാമത്തിൽ കീഴടങ്ങ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങുന്ന യേശുവിന്റെ നാമം ദൈവം നമ്മുടെ നാവിനകത്ത് തന്നിരിക്കുക. അടകാലകസ്യാന. ഇന്ന് പകല് കർത്താവിനോട് പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ളത് നിങ്ങൾ പൊട്ടിക്കാൻ പോവാ.
വർഷങ്ങൾ പഴക്കമുള്ള സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരിക്കുന്ന മൊടന്തന്റെ രോഗത്തിന് 40 വർഷം പഴക്കമുണ്ട്. എന്നാൽ പത്രോസിന്റെ അഭിഷേകത്തിന് 6 മാസം പഴക്കമുള്ളൂ. 6 മാസം പഴക്കമുള്ള അഭിഷേകം കൊണ്ട് 40 വർഷം പഴക്കമുള്ള രോഗത്തിന് നേരെ അവൻ വിരൽ ചൂണ്ടുക. മാമൻ ഒരിക്കലും എഴുന്നേൽപ്പിക്കത്തില്ല, മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടിയെ ജീവിക്കത്തുള്ളെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് അപ്പോസ്തലപ്രവൃത്തി 6:3 പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ, യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ 40 വർഷമായി അവന്റെ ശരീരത്തിനകത്ത് വെളിപ്പെട്ടു നിന്ന ആ രോഗം പൊട്ടി അവന്റെ നരിയാണി ഉറച്ചെങ്കിൽ നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന, നിന്നെ വളർത്തത്തുന്ന പറയുന്ന ചില മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ തലമുറയോട് പോരാടുന്ന അനുസരണക്കേടിന്റെ ദുരാത്മാവേ, രോഗത്തിന്റെ ദുരാത്മാവേ, കടഭാരത്തിന്റെ യേശുവിൻ നാമത്തിൽ കീഴടങ്ങ്. ലേഖനം 1:22 മുതലുള്ള വാക്യങ്ങൾ യേശുവിനെ മരിച്ചവടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് സകല വാഴ്ചകളെ അധികാരം സകല നാമത്തിലും മേലായ നാമം കൊടുത്തു. അവന്റെ എന്നിട്ട് അവൻ സകലത്തെ അവന്റെ കാൽ കീഴാക്കി. എല്ലാം നിറയ്ക്കുന്ന നിറവായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇന്ന് പകൽ കർത്താവ് പറയാം, സാത്താനെ പൊട്ടിക്കാൻ, രോഗത്തെ പൊട്ടിക്കാൻ, പൈശാചിക ശക്തിയെ പൊട്ടിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്തോത്രം ആയുധമാണ് യേശുവിന്റെ നാമം. അപ്പൊ യേശുവിന്റെ നാമം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ യേശുവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കും. യേശുവുമായിട്ട് നല്ല ബന്ധമുണ്ട്. യേശുവുമായിട്ട് നല്ല ബന്ധമുണ്ടാകണമെങ്കിൽ നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം. അർത്ഥമന ഹന്തൽക്കമ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ, ഒരാൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം അങ്ങനെ ആത്മാവിൽ മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം ഒന്നാമത്തെ ആയുധമായി യേശുവിന്റെ നാമം. സ്തോത്രം യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ സാത്താനെ തോൽപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ സ്തോത്രം രണ്ടാമത്തെ സാത്താനെതിരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ആയുധമാണ് യേശുവിന്റെ രക്തം. വെളിപ്പാട് പുസ്തകം സ്തോത്രം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി പിശാചിനെ ജയിച്ചു. പിശാചിനെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ആയുധമാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്താൽ ജയം. സ്തോത്രം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ സ്തോത്രം 12-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യത്തിനകത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, ആബീബ് മാസം 10-ാം തീയതി ഒരാട്ടുംകുട്ടിയെ വേർതിരിക്കണം. 14-ാം തീയതി അതിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. രക്തം അടയാളമുള്ള കുടുംബത്തിനകത്ത് സംഹാരകൻ കയറത്തില്ല. പഴയ നിയമത്തിനകത്ത് സ്തോത്രം പഴയ നിയമത്തിനകത്ത് സംഹാരകനെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് സ്തോത്രം അവർ രക്തം അടയാളം പുരട്ടി. രക്തം അടയാളമായി പുരട്ടിയപ്പോൾ സ്തോത്രം ആബീബ് മാസം 10-ാം തീയതി കട്ടളപ്പടിമേലും കുറുപടിമേലും അടയാളം കടന്ന കുടുംബത്തെ കണ്ട് സംഹാരകൻ അകന്നു പോയെങ്കിൽ 1 കൊരിന്ത്യർ 5:17 പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു. ആബീബ് മാസം 10-ാം തീയതി ഒരാട്ടുംകുട്ടിയെ വേർതിരിച്ചു. 14-ാം തീയതി അറുക്കപ്പെട്ടെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു സ്തോത്രം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവറിയുടെ കുലക്കളത്തിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ ഇരുമ്പാണിക്കിര രക്തവും വെള്ളവും വാർന്ന വിലാപ്പുറമായി നിന്ന് സഹിച്ചു മടുത്തവനായി കവിൾത്തടങ്ങളെ രോമം പിഴുതപ്പെട്ടവനായി കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി സ്തോത്രം രക്തം ചീന്തിയപ്പോൾ അന്ന് നമ്മൾ പിശാചിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധമാണ് യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിനകത്ത് 2 കാര്യങ്ങൾ ചെയ്യുന്നു. 1, നമ്മളെ സംരക്ഷിക്കുന്നു. 2, നമ്മളെ ശുദ്ധീകരിക്കുന്നു. 1 പുറത്ത് ചെയ്യുന്നു, 2 അകത്ത് ചെയ്യുന്നു. അകത്ത് ശുദ്ധീകരണം,
പുറത്ത് സംരക്ഷണം. ആമേൻ, ആമേൻ, സ്തോത്ര. കരമൂർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അടകസ്യാന, പുറത്ത് ആമേൻ, സ്തോത്ര. അകത്ത് ശുദ്ധീകരണം, പുറത്ത് സംരക്ഷണം. ആമേൻ. യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുമപ്പാണേലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം അവൈലബിൾ ആണ്. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, കർത്താവിന്റെ രക്തം, ആമൻ, രക്തത്താൽ ഒന്ന് ശുദ്ധീകരിക്കപ്പെടാമോ? രക്തം നമ്മുടെ പാപ കറകളെ കഴുകി നമ്മുടെ ബോധമണ്ഡലങ്ങൾ, ഉപബോധമണ്ഡലം, ആമൻ, എല്ലാം നമ്മളെ ശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സംരക്ഷണയ്ക്ക് യേശുവിന്റെ രക്തം. അപ്പം യേശുവിന്റെ രക്തം നമ്മുടെ പുറത്തും അകത്തും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിനുമായിക്കോ, ഒത്തിരി കാര്യം പെട്ടെന്ന് ഞാൻ പോട്ടെ. ഒന്ന്, യേശുവിന്റെ നാമം. രണ്ട്, യേശുവിന്റെ രക്തം. മൂന്ന്, പിശാചിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി, ആരാധന. അതുകൊണ്ട് ആരാധനയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പലപ്പോഴും ആമേൻ, സ്തോത്രം, എന്നോട് ക്ഷമിക്കണേ, സ്തോത്രം, ആമേൻ, നമ്മുടെ പല പാട്ടുകളും നമ്മളെ കുറിച്ചാണ് പാടുന്നത്. ആമേൻ, സ്തോത്രം. എന്നെ എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും എന്നെ പരിഹസിച്ചു, എന്നെ കുറിച്ചാണ് ഞാൻ പാടുന്നത്. എന്നാൽ സ്തുതി, ആരാധന നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. യേശുവെ പോലെ ആരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും. നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തണം. കർത്താവിന്റെ നാമത്തെ നമ്മൾ പ്രൈസ്, കർത്താവിനെ സ്തുതി. 2 ദിനവൃത്താന്തം, ആമേൻ, സ്തോത്രം, 20-ാം അധ്യായം 20-22 മുതലുള്ള അവർ പാടി സ്തുതിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, മോബാബിയർ, അമോനിയർ, മെയൂരിയച്ചിൽ 3 ശക്തികൾ യഹോശാഫാത്ത് എന്ന് പറഞ്ഞ് രാജാവിനെതിരെ, യഹോശാഫാത്തർ എന്ന് പറഞ്ഞ ജാതീയ ശക്തിക്ക്, യഹോശാഫാത്തിന് വിരോധമായി 3 ജാതീയ ശക്തികൾ ഒരുമിച്ച് വരികയാണ്. എന്നാൽ അവൻ 3 ജാതീയ ശക്തികൾ അവനെ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ 15-ാം വാക്യത്തില് 2 ദിനവൃത്താന്തം 15-ാം വാക്യം ദൈവം പറയും, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടേണ്ട, യുദ്ധം നിങ്ങളുടേതല്ല. ഇന്ന് പകൽ ദൈവം പറയും, നീ അകപ്പെട്ടിരിക്കുന്ന ആ വലിയ വിഷയത്തിൽ നീ ഭയപ്പെടേണ്ട, യുദ്ധം നിന്റേതല്ല, യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതല്ല. ദൈവം ഈ കൂട്ടത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോ, ദൈവം നിന്റെ ഭവനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോ. അപ്പൊ യുദ്ധം നമ്മുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ, യുദ്ധം ദൈവത്തിൻ്റെ. അപ്പൊ ദൈവം പറയുന്നു, വലിയ സമൂഹം നിമിത്തം ഭയപ്പെടേണ്ട, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. അപ്പൊ എന്നിട്ട് ആമേൻ, സ്തോത്രം, അവിടെ വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ച് അവിടെ പറഞ്ഞു, അവർ പാടി സ്തുതിക്കാൻ തുടങ്ങി. അവരെങ്ങനെ? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയന്നേക്ക്, ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ആമേൻ, സ്തോത്രം, അവർക്ക് നേരെ വന്ന ശത്രുവിന് ദൈവം പതിയിരിപ്പുകാരെ അയച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനകത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി, ആരാധന ഉയരുമെങ്കിൽ ചില ദൈവപ്രവൃത്തി നടക്കാൻ പോ. അപ്പോസ്തലപ്രവൃത്തി 26-25 മുതലുള്ള വാക്കുകൾ, അർദ്ധരാത്രി അവർ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, അടകസ്യാന അവരുടെ ശരീരത്തിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു മാറി. അവിടെ അവരുടെ ശരീരത്തിനകത്ത് 2 വാതിലുകൾ തുറന്നു, അടഞ്ഞ വാതിലുകൾ തുറന്നു. ഈ ദിവസങ്ങളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവന പ്രാർത്ഥനയ്ക്കകത്ത് ശക്തമായ ആരാധന വെളിപ്പെടുത്തി വാഹനത്തിനകത്ത് സഞ്ചരിക്കുക. സ്തുതി, ആരാധന, സ്തുതി, ആരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നപ്പോൾ, അവർ പാടി സ്തുതിച്ചപ്പോൾ യഹോവ അവർക്ക് വിരോധമായി വന്ന് ആമേൻ, അവർ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ചങ്ങല കഴിഞ്ഞു, വാതിലുകൾ തുറന്നു. അടകാല അവരെ തകർക്കാൻ പുറത്തു നിന്നവർ വെളിച്ചം ചോദിച്ച് അകത്ത് വന്നു. നിന്നെ തകർക്കാൻ നോക്കുന്ന വ്യക്തികൾ നിന്റെ വീട്ടിനകത്ത് വന്ന് സ്നാനപ്പെടുന്ന ഒരു അസാധാരണ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നടത്താൻ പോകും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഇങ്ങനെ പോയാൽ എന്നോ പോകും. ആമേൻ, നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് എനിക്കറിയത്തില്ല എങ്കിൽ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച ബഹുമാനി കർത്തദാസനോടും എനിക്ക് സ്തോത്രം പ്രാർത്ഥിക്കാൻ സ്തോത്രം വ്യക്തികളോട് ദൂത് പറയാത്തില്ല എങ്കിലും ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കുമാറട്ടെ.